ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഇന്ന് അനുവിന് സ്കൂളുണ്ട്. അപ്പോൾ അവനെ സ്കൂളിലേക്ക് വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഫുഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അവന് പാസ്തയാണെന്ന്. പിന്നെന്താ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല, എന്നാലും നോക്കാം. ഓക്കെ, അപ്പം വെൽക്കം. അങ്ങനെ അറിഞ്ഞ സ്കൂളിൽ പോകാൻ റെഡിയായി. അതെ, നിനക്ക് നല്ല പണിയുള്ളൂ. കാലത്ത് എണീക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കുളിക്കാൻ പോയി വന്നാൽ പിന്നെ റെഡിയായി, പിന്നെ ആളാ ഓക്കെയാണ്. പക്ഷേ വരുമ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ ഈ ഫോണും കൊണ്ട് വരാം, ഗെയിം കളിച്ചോ അല്ലെങ്കിൽ പിന്നെ ടി വി, ഇതേതെങ്കിലും ഒന്നാണ് നിൽക്കുക. ഫോണ് വരെ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് ബ്രഷ് ചെയ്യണ വരെ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ഗേറ്റ് തുറന്നിടണം, കാരണം അവൻ്റെ വണ്ടി വരുന്നല്ലേ. ഗേറ്റ് തുറക്കാം. ഇനി കോറിനെ കൊണ്ടുപോണ വരെ ഇരുന്ന് കുരയ്ക്കും. അതാണ് എൻ്റെ പണി. പേപ്പർ കോറ് അവിടെ നിന്ന് കുരക്കുന്നുണ്ട്. കഴിച്ച് ഞാൻ അവനെ കൊണ്ടുപോകണം പുറത്തേക്ക്. അത് ഞാൻ അഞ്ഞു പോയതിന് ശേഷം കൊണ്ടുപോകാം. ഇതാ തുടങ്ങി. വരാം. രാവിലെ ചായ അത് കുടിച്ചില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചായയൊക്കെയാണ്. അപ്പോൾ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ കപ്പ് ഓഫ് കോഫി, ഏതെങ്കിലും ആയിരിക്കും. എന്നാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉഷാർ കിട്ടും. കുറച്ച് നേരം ഞാൻ വന്നിട്ട് പാനൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് നേരം ചായ കുടിച്ചിങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അതൊരു കുറച്ച് ടൈം അങ്ങനെ പോകും. നേരത്തെ ഷൂട്ട് ഇരിക്കാൻ പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ. വണ്ടി വരുമ്പോൾ അവൻ്റെ ഷൂട്ട് ഗ്രാനി ആ ഷൂട്ട് ഇട്ടിരുന്നാൽ കളിക്കാൻ പറ്റില്ല. ആ വണ്ടിയുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അഞ്ഞു പോയി, ഞാൻ ചായ കുടിക്കട്ടെ. സോ ഗൈസ്, അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സേമിയ ഉപ്പുമാവായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ കാര്യം ഇപ്പോൾ അവിടെ ചോറ് സൈഡായിട്ടുണ്ട്. ഇനി മീൻകറി വെക്കണം. അയിലയാണ് മീൻകറി. പിന്നെ വറ്റ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാനായിട്ട്. അത് പിന്നെ വേറൊരു ദിവസത്തേക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മളത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറ്റ. പിന്നെ അയില നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിക്രമാണ് ക്ലീൻ ചെയ്യുന്ന ആൾ. അപ്പോൾ ഇത് കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ മീൻ കറി ഉണ്ട്, പിന്നെ പച്ചപ്പയർ തോരൻ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക കിച്ചടി ഇരിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഉച്ചക്കലത്തെ കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ രാവിലെ സേമിയോയുടെ വീഡിയോ അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ കേട്ടോ. അല്ല, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മാത്രമല്ല, കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. വഴറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്.
തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി. പഠിക്കാം. സാറ് പറഞ്ഞു ആർക്കെങ്കിലും ഒന്നും മനസ്സിലാത്ത സാധനം ഉണ്ടോന്ന്. ഞാൻ ഒന്നത്തിനും കൈപൊക്കിയില്ല. ഒരു കുന്നത്തിനും ഒന്നും മനസ്സിലാവാത്ത സാധനം ഉണ്ടെങ്കിലും ഞാൻ കൈപൊക്കില്ല. ഡൗട്ട് ഉണ്ടെങ്കിലും ആരെയും ചോദിച്ചാൽ ഞാൻ കൈപൊക്കില്ല. എന്താ കൈപ്പൊക്കാൻ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായില്ല. എനിക്കൊന്നും മനസ്സിലായാലേ ഡൗട്ട് ഉണ്ടാവുമല്ലോ. നന്നായി. ഇപ്പോൾ സമയം എത്ര മണിയായി? 5 മണിക്ക് പറയണ്ടാവും. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റു. ഇനിയിപ്പോൾ ചായ വയ്ക്കുന്നു. വിക്രം ചായ പുറത്തുനിന്ന് ആൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തോ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആൾ ചായ കുടിച്ചു. ഇപ്പോൾ ഞാൻ എനിക്കും അനുവിനുള്ള ചായ ഉണ്ടാക്കുകയാണ്. ആൻഡ് അവനിപ്പോൾ ബ്രെഡും ഓംലേറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ചായക്കൊപ്പം. അപ്പോൾ അത് തയ്യാറാക്കണം. അപ്പോൾ ചായക്ക് ഇവിടെ പാൽ വെച്ചിട്ടുണ്ട്. ചായ റെഡി ആവണു. അതിനോടൊപ്പം ബ്രെഡ് മുട്ട ഓംലേറ്റും തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ പോകണം. ബ്രെഡ് സോസ് ഓംലെറ്റ്. ഒരാൾ ബ്രെഡ് പൊറോട്ടയും മീൻകറി. കോഫി ചായ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു. നേരത്തെ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ പൊറോട്ട കഴിക്കുന്നുണ്ടില്ലേ, അത് തന്നെ ഞങ്ങളുടെ ഫുഡ്. പിന്നെ ഇനി വേറെ ഒന്നും ഇല്ല. അപ്പോൾ കുളി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഞാൻ കമ്പ്യൂട്ടറിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കോറൂന് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഉറങ്ങാം. പിന്നെ നാളെ സൺഡേ അല്ലേ, കുറച്ച് നേരം വൈകിട്ട് എനിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ദിവസം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഒരാൾ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവനെ പഠിപ്പിക്കാൻ എത്തണം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.